ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് ജർമ്മനിയിലെത്തി ഒരാഴ്ചയും കഴിഞ്ഞ് ഗൈസ്. എത്ര പെട്ടെന്ന് സമയം പോകുന്നത്. ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീക്കെൻഡ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന്. വന്നതിന് ശേഷത്തെ ഫസ്റ്റ് വീക്കെൻഡ് ആയതുകൊണ്ട് സാറ്റർഡേ നല്ല തിരക്കായിരുന്നു കേട്ടോ. അൺബോക്സിങ്ങും തുണി കഴുകാനും തുണി മടക്കി വെക്കാനും സൗപ്പക്കുട്ടിയുടെ സ്കൂൾ തുറന്നതും കൊണ്ട് അതിൻ്റെ തിരക്കും ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിപ്പോയി. അപ്പോൾ സൺഡേ ഞങ്ങൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. ഇപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ സൺഡേ വിശേഷങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെ സൺഡേ രാവിലെ ഏറ്റവും ലാസ്റ്റിൽ വീട്ടിൽ എണീച്ച ഞാനായിരുന്നു. അങ്ങനെ പുറത്തോട്ടൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് കുറച്ച് പ്രകൃതി രമണീയമൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഒരു ആർഭാടത്തിന് നമ്മുടെ വീട്ടിൽ വെച്ചേക്കുന്ന പ്ലാന്റ്സിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം വൈകക്കുട്ടിയുടെ റൂമിൽ പോയിട്ട് അവളുടെ റൂമും ഒന്ന് അറേഞ്ചൊക്കെ ചെയ്തു വെച്ചു. അവൾ ഓൾറെഡി എണ്ണിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമൊക്കെ അവൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് പണി കുറഞ്ഞിരുന്നു. പിന്നെ സൗപ്പക്കുട്ടിയുടെ റൂം അപ്സ്റ്റേഴ്സാണ്. അവളും ഈ സമയം കൊണ്ട് എണ്ണിച്ചിട്ട് റൂമെല്ലാം സെറ്റാക്കി കാണും. പൊതുവേ സൺഡേസാണ് ഞങ്ങൾ വീടൊക്കെ ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമയം കിട്ടുന്നത്. എന്തായാലും രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ യൂഷ്വൽ റുട്ടീനായിട്ടുള്ള നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ഗാർഡനിൽ ഒരു കപ്പ് ചായയും കൊണ്ട് പോയി കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരയൊക്കെ നടന്ന് ഗാർഡനൊക്കെ ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്തു. ഒരു മാസത്തോളം ഗാർഡനൊന്നും കണ്ടിട്ടില്ലായിരുന്നല്ലോ. ഒരാഴ്ച വന്നിട്ടും ഞാൻ റൂമിൽ നിന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. നല്ല ഓഫീസിന് പണി ഉണ്ടായിരുന്നതും കൊണ്ട്. അങ്ങനെ സൺഡേ രാവിലത്തെ തുടങ്ങിയിട്ടോ കലാപരിപാടികൾ. ഈ വിളക്ക് കണ്ടില്ലേ, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ പ്രാവശ്യം. എയർ ഇന്ത്യ വന്നതും കൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഓരോരുത്തർക്കും 43 kg വെച്ച് കൊണ്ടുവരായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം സാധനങ്ങൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ രാവിലെ നമ്മൾ കേരളത്തിലെ ന്യൂസൊക്കെ കേട്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. രാവിലെ എന്ന് പറയാൻ പറ്റില്ല, 10:11 മണിയായി. ഈ ഗ്രൈൻഡറും അങ്ങനെ കൊണ്ടുവന്ന കേട്ടോ, എയർ ഇന്ത്യയിലായും കൊണ്ട് കൊണ്ടുവന്നതാണ്. മിക്സിയിൽ അരച്ചരച്ച് ഞങ്ങളുടെ മിക്സിയെല്ലാം കേടാവുന്നതും കൊണ്ട് ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് ഗ്രൈൻഡർ കൊണ്ടുവന്നു. അപ്പത്തിനായിരുന്നു അരച്ചത്, പക്ഷേ അപ്പം ശരിയാവാത്തതും കൊണ്ട് ഞങ്ങൾ ആ അപ്പത്തിനെ ഇഡ്ഡലിയിൽ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു മുട്ടക്കറിയൊക്കെ കൂട്ടി 4 പേരുടെ ഒരുമിച്ചിരുന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ശ്രീനേട്ടൻ്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു മാസത്തിൽ കൂടുതലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡ് മാത്രമാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ രാവിലത്തെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ എന്നിട്ട് എൻ്റെ വാർഡ്രോബ് റൂമിൽ പോയിട്ട് സാധനങ്ങളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നാട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങനെ അൺപാക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫുള്ളായിട്ട് ഞാൻ ചെയ്തില്ലായിരുന്നു. കുറേ ആളുകളുടെ സാധനം എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കണം, ഓരോരുത്തർ തന്നു വിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വാർഡ്രോബ് റൂമിൽ പോയി കുറേ നേരം സാധനങ്ങളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്തു. ഈ കാണുന്ന ഹെയർ സ്ട്രൈറ്റ്നർ ഞാൻ ഈ പ്രാവശ്യം നാട്ടിലെ ആമസോൺ ഇന്ത്യയിൽ നിന്ന് മേടിച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ പ്ലഗ് പോയിൻറ്റ് നമ്മുടെ സ്വിച്ചിൽ കയറില്ല. അപ്പോൾ ഇനി പുതിയത് ഒരെണ്ണം മേടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അങ്ങനെ നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് നാട്ടിലെ ചായക്കടയിൽ കിട്ടുന്ന ബോണ്ട ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ശ്രീനേട്ടനോട് പറഞ്ഞു, ശ്രീനേട്ടാ ബോണ്ട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ 4 മണിക്കത്തെ കടിക്ക് ബോണ്ടയ്ക്കുള്ള കുഴച്ചൊക്കെ വെച്ച് എന്നിട്ട് ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വന്നപ്പോഴത്തേക്ക് മണി 2:30. നല്ല വിശപ്പായി. കുട്ടികളാണെങ്കിൽ റെഡിമെയ്ഡ് പൊറോട്ടയും സ്നാക്സൊക്കെ എടുത്ത് കഴിച്ച് അവർക്ക് വിശപ്പില്ല പറഞ്ഞു. ശ്രീനേട്ടന് എനിക്ക് വിശപ്പുള്ളതും കൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് മാഗിയാണ്. ജസ്റ്റ് 2 minutes അല്ലേ. അതിനകത്ത് ഞാൻ മാഗി ടേസ്റ്റ് മേക്കർ അഡീഷണലി ആഡ് ചെയ്ത് കുറച്ച് മുളക് പൊടിയും ഉള്ളിയും സ്പ്രിങ് ഒണിയൻസും ഒക്കെ ഇട്ടൊരു നല്ല അടിപൊളിയായിട്ട് മസാല മാഗിയൊക്കെ ഉണ്ടാക്കി. നല്ല ചൂടായിരുന്നു കേട്ടോ. കേരളത്തിലെ കൂട്ട് തന്നെ ജർമ്മനിയിൽ നല്ല ചൂടുള്ള സമയമാണിപ്പോൾ. ചൂടോടെ അങ്ങനെ മാഗി എന്തായാലും കഴിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചെന്നാൽ ഒരു മൂവി കാണാം. ഒരാഴ്ചയായിട്ടും അങ്ങനെ TV ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. കുട്ടികൾ എന്തായാലും അവരുടെ ഞങ്ങളുടെ മേലത്തെ ഫ്ലോറിൽ ഒരു ഹാളുണ്ട്. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് അവരുടെ മൂവിയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ താഴെ എനിക്ക് തന്നെ ഇരുന്ന് മൂവി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എസ്പെഷ്യലി ഹിന്ദി മൂവീസൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന് എനിക്ക് കാണുന്നതാണ് ഇഷ്ടം. വീട്ടിൽ ഞാൻ മാത്രമേ ഹിന്ദി മൂവീസൊക്കെ കാണാറുള്ളൂ. അങ്ങനെ ഞാൻ മൂവിയൊക്കെ കണ്ട് ചില്ലടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശ്രീനേട്ടൻ പോയിട്ട് പെട്ടെന്ന് ബോണ്ട ഉണ്ടാക്കി. ഓൾമോസ്റ്റ് 4 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സുജി ചേച്ചിയുടെ ഫോൺ വരുന്നത്. നമുക്ക് എന്തായാലും സാറ്റർഡേ മീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് സൺഡേ മീറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ 5-6 മലയാളി ഫാമിലീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ സാറ്റർഡേസിലും ഞങ്ങൾ മീറ്റ് ചെയ്യുമെന്ന് ഞാൻ പഴയ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ 2-3 ഫാമിലീസ് ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇനിയും വെക്കേഷനിൽ നിന്ന് നാട്ടിൽ നിന്നും US നിന്നൊക്കെ വരാനുണ്ട്. ജീനുമൊക്കെ US പോയിക്കോ, അവരൊക്കെ വരാനുണ്ട്. അപ്പോൾ സുചിച്ച് പറഞ്ഞു എന്തായാലും നമുക്ക് ഉള്ളവർക്ക് മീറ്റ് ചെയ്യാം, നിങ്ങൾ പെട്ടെന്ന് വായോ.
കേട്ട പാതി പെട്ടെന്ന് പോയി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അതിലൊരു കുർത്തയൊക്കെ എടുത്തിട്ട് ഇത് ഞാൻ മാക്സിൽ നിന്ന് മേടിച്ചാൽ അങ്ങനെ സെഫോറയുടെ ഒരു പുതിയ ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് ഞങ്ങൾ സുചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ. ഞങ്ങൾ യൂഷ്വൽ ഗ്യാങ് എല്ലാവരും ഇല്ലായിരുന്നു, പക്ഷെ ഉള്ളവരെല്ലാവരും ഞങ്ങൾ രജീഷ്, രാജേഷ് ഏട്ടൻ, സുചി ചേച്ചി, ബിനീഷ, ഞങ്ങളെല്ലാവരോടും സുചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ വൈകിട്ട് ഡിന്നറൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് ചീട്ടൊക്കെ കളിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോയി. സൺഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം ഫ്രണ്ട്സിൻ്റെ കൂടെ. പിന്നെന്താ, എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾക്ക് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ അതിൻ്റെ ആൻസേഴ്സ് ഒരു ലൈവ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ടേക്ക് കെയർ ആൻഡ് ബൈ.